സ്പെഷ്യൽ വ്ലോഗാണ്. എന്നും സ്പെഷ്യൽ വ്ലോഗ് ആയിട്ടാലോ ഞാൻ വരാറ്. അപ്പൊ ഇന്ന് ഭയങ്കര ഒരു എന്റെ ലൈഫിൽ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഡേ ആണ് ഇന്ന്. അത്രയും എന്താ പറയാ സന്തോഷം ഒക്കെ ഉള്ളൊരു ദിവസമാണെന്ന് അൽഹംദുലില്ലാ. അപ്പൊ ഇന്നത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല് ഉമ്മ നാട്ടിൽ നിന്ന് ഇതാ ലണ്ടനിലേക്ക് വരികയാണ്. അപ്പോ എന്താ പറയാ എക്സൈറ്റഡ് എന്നൊന്നുമല്ല, എക്സൈറ്റഡ് ഒക്കെ മേലെ ഉള്ള ഒരു സംഭവമാണ്. എന്താ പറയാ എന്താ നമ്മളെ ലൈഫിലൊരു ഭയങ്കര ഒരു പ്രത്യേക ഒരു ദിവസം. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഉമ്മ ലണ്ടനിലേക്ക് വരും എന്നുള്ളൊരു കാര്യം മനസ്സിലില്ല. അപ്പോൾ ഉമ്മ വിസിറ്റിങ്ങിന് ലണ്ടനിലേക്ക് വരികയാണ്. സത്യം പറഞ്ഞാൽ ഇതേപോലെ തന്നെ ആയിരുന്നു ഞങ്ങള് സനുവിന്റെയും ഫാമിലിയൊക്കെ വരുമ്പോ ആ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ലേ, എന്താ അങ്ങനെ ഒരു എന്താ ഭയങ്കര സന്തോഷം. ആരെയും നമ്മള് ഫ്ലവർ ആയിട്ട് ആനയിച്ച് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അതേപോലെ നമ്മളിതാ ഉമ്മാനെയും കൂടെ പിക്ക് ചെയ്യാൻ പോവാണ്. എന്താ പറയാ കുറച്ച് ദിവസമായിട്ട് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പറയാ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വ്ളോഗൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന് അടുത്ത വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും. ഒരു വിഷമമുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് അബ്ബാക്ക് വരാൻ പറ്റില്ല, അബ്ബാടെ വിസ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇൻഷാ അല്ലാഹ് അബ്ബാക്ക് ലീവില്ല. ഇത്രയും ഭയങ്കര ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അപ്ലൈ ചെയ്തതാണ് ഉമ്മാടത്. പക്ഷെ എന്തോ അൽഹംദുലില്ലാ നമുക്കത് പെട്ടെന്ന് തന്നെ കിട്ടിയ. പക്ഷെ അതേപോലെ അബ്ബാടത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആൾക്ക് ഇത്ര ഇന്ന ടൈമിലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി അബ്ബാടേയും കൂടെ അപ്ലൈ ചെയ്യണം. അബ്ബയും കൂടെ വന്നാലാണ് നമുക്കിതൊരു കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ വസീമിനെയും റിൽവാനെ എന്തായാലും കൊണ്ടുവരാൻ പറ്റൂല. കാരണം പേരൻസിനെ മാത്രമേ ഇങ്ങോട്ട് വിസിറ്റിങ്ങിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കുറച്ച് പേപ്പർ വർക്ക്സ് കുറച്ച് കട്ടിയാണ്. അപ്പോ അതുകൊണ്ട് ഉമ്മ മാത്രമേ വരുന്നത്. അബ്ബാക്ക് ഗൾഫിൽ മടുത്ത് ഇനി നാട്ടിൽ പോയാൽ മതി എന്നുള്ള കാരണമാണ് കൂടുതൽ ആള് വരാത്തത്. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞങ്ങളിതപ്പോ ഹീത്രോ എയർപോർട്ടിലേക്കാണ് ഉമ്മ വരുന്നത്. അപ്പൊ നമ്മള് ഹീത്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഭയങ്കര സന്തോഷത്തില്ല, പക്ഷെ ആദ്യം ഉറങ്ങായിരുന്നു ഇത്ര നേരം. ഞാൻ ആദ്യമൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീച്ചതല്ലേ. അങ്ങനെ ഇതാ ഉമ്മ ഇവിടെ ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെന്നും പണ്ട് മുതലേ ലേറ്റ് കമേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇതുവരെ എയർപോർട്ടിൽ എത്തിയിട്ടില്ല ഗൈസ്. നമ്മളിപ്പോഴും റണ്ണിങ്ങിലാണ്. ആദ്യമോന് ഇന്നലെ വരെ ഞങ്ങൾ പറയുമ്പോ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് രാവിലെ റിൽവാൻ അവിടുന്ന് നാട്ടിലത്തെ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ എയർപോർട്ടിൽ നിന്ന് ബാഗേജ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് ആദ്യം മനസ്സിലായത് ഉമ്മ സത്യമായിട്ടും വരുന്നുണ്ട് എന്ന്. കാരണം നമ്മളെപ്പോഴും ഫ്ലവർ മേടിച്ചു. ആരെ ഫ്ലവർ കൊടുക്കണം? മമ്മ ആദ്യം കൊടുക്കണേ? മമ്മ കൊടുക്കട്ടെ? മമ്മാടെ ഉമ്മല്ലേ? ആദ്യം ഉമ്മാണോ? മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാല് ഞാൻ ഉമ്മാനെ കണ്ടിട്ട് ഇതിപ്പോ 1 വർഷം ആവാൻ പോകുന്നു. കാരണം ഞാന് ഇത്രയും ലോങ് ഞാൻ ഉമ്മാനെ കാണാതെ ഇരുന്നിട്ടില്ല. ഇത്രയും 10 മാസമൊന്നും 10-12 മാസമൊന്നും ഞാൻ ഉമ്മാനെ കാണാതെ ഇരുന്നിട്ടില്ല. ഫസ്റ്റില് വന്നപ്പോ ഒരു 6 months ആകുമ്പോഴത്തേനും ഞങ്ങള് പോയി. പിന്നെ എന്താ ഞാനും ആദ്യമോനും പോയി. പിന്നെ ഇപ്പൊ ഇവര് രണ്ടുപേരും സനുവും ആദ്യം പോയി. പിന്നെ അതിന്റെ ശേഷം സനു പോയി. പക്ഷെ അപ്പോഴൊന്നും ഞാൻ പോയില്ല. അപ്പോ ഞാൻ ശരിക്കും സെപ്റ്റംബറിൽ പോകേണ്ടതാണ്. പക്ഷെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല ഗൈസ്. അപ്പോ അതുകൊണ്ട് ഉമ്മ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ എന്തായാലും നമുക്ക് വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് നമുക്ക് വീഡിയോ കാണാം.
അപ്പൊ ഗൈസ് നമ്മള് ഉമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉമ്മ എന്റെ പ്രേക്ഷകർക്ക് ഹായ് പറയൂ. മുഖത്ത് നല്ല ക്ഷീണുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് ഉമ്മ ഇതാ നമ്മളെ അടുത്ത് എത്തി. അങ്ങനെ ഉമ്മാനെ നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ ഉമ്മ എത്തി. ഉമ്മ ഞങ്ങളെ കാത്തിക്കായിരുന്നു. ഉമ്മാനോട് ഇംഗ്ലീഷിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഉമ്മ അതിനൊക്കെ ആൻസർ ചെയ്ത് ഇത്ര ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ ജേണി? അടിപൊളി. ഉമ്മക്ക് ഫ്ലൈറ്റ് ഒക്കെ ഇഷ്ടമായി എന്നാണ് പറയുന്നത്. നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല എന്താ പറയാ നാട്ടിൽ നിന്ന് ഉമ്മ 3 ദിവസമായി ഉറങ്ങിയിട്ടിന്ന്. ഫുള്ള് പണി ക്ലീനിങ് ഒക്കെ ആയിരുന്നു ഉമ്മ ഇങ്ങോട്ട് വരുന്നതന്നെ. പക്ഷെ അതൊക്കെ എന്താ പറയാ ഇതാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഫുൾ റെസ്റ്റ് എടുത്ത് എന്നാ പറയണം. അപ്പൊ ഉമ്മ എന്താണ് ഞാന് സമൂസ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഉമ്മക്ക്. ഉമ്മ എങ്ങനെയുണ്ട് ലണ്ടൻ? അടിപൊളിയാ. അതെ. അങ്ങനെ ഇതാ നമ്മളുടെ വീട്ടിലെത്തി. രാത്രിയായി. ഉമ്മ ഇതാ വലത് കാലം വെച്ച് നമ്മളെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? അതാ ഓഗസ്റ്റ് 15 കൊടി കൊടുത്തിട്ടുണ്ട് ഗൈസ്. കീറി ആദിക്കും ലക്ഷ്മി. അപ്പതാ ഉമ്മ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല തലശ്ശേരി ബിരിയാണി, പിന്നെ ഉമ്മ നാട്ടിലുള്ള പൊറോട്ട, നാട്ടിലത്തെ പത്തിരി, പിന്നെ സനുവിൻ്റെ സ്പെഷ്യൽ ചിക്കൻ ചില്ലി, ഉമ്മ നാട്ടിലുള്ള ബീഫ്, തൈര്, പിന്നെ അച്ചാറ് എല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ. നാളെ മുതൽ ഉമ്മയാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോയിൽ എന്തായാലും ഉമ്മാനായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനത് ബിരിയാണി കഴിക്കാൻ പോകുന്നു ഗൈസ്. സനുത് വിളമ്പുന്നുണ്ട്. ആദ്യമൊക്കെ ഭക്ഷണക്കാർ റെഡി.